നിന്റെ ഞാൻ ടോപ്പിക് എടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാധാമാധവ് രണ്ടാമത്തേത്. ഇത് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗുരുവായൂരിൽ ഇത് ഫോട്ടോ കൊടുക്കണം. ഈ ഫോട്ടോ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. ഈ ഫോട്ടോ തന്നെ കൊടുക്കാമെന്നായി ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പം തീരുമാനിച്ച് കഴിഞ്ഞപ്പം അന്നേരം നിൻ്റെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കിയ കൂട്ടത്തിലാണ് ഇത് കണ്ടത്. അങ്ങനെയാണ് ഈ ടോപ്പിക്ക് ഇന്നിപ്പോൾ എടുത്തിട്ടത്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ ജസ്റ്റിനാണ്. അപ്പം പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരിടത്ത് വിശപ്പിനെക്കാട്ടിലും വലുത് മതമാണ് എൻ്റെ അടുത്തും വലുത് എന്നും പറഞ്ഞ് ടൈറ്റിൽ എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഞാൻ എന്തുവാ സംഭവം എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം വേണ്ട കിടക്കുന്ന പിന്നെ അടുത്ത ഇതുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പറയാൻ തോന്നി. കാരണം ആ പറഞ്ഞ വ്യക്തികളെക്കുറിച്ച് തന്നെ വീണ്ടും ഒരു കാര്യം പറയണ്ടേ, സൂചിപ്പിക്കണ്ടേ നമുക്ക്, ഇല്ലെങ്കിൽ അതൊരു മര്യാദകേടല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ദാസേട്ടൻ്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആയല്ലോ ചെയ്തിട്ട്. അതിന് പിന്നെ ഫോട്ടോ ഓർഡർ ഉള്ളി വാട്സപ്പ്, പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം, ഫോട്ടോ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സംഭവം വന്നിട്ടുള്ളത്. വിശപ്പിനേക്കാൾ വലുത് മതമാണ് ചിലർക്ക് വലുത്. മതം പറയുന്നത് ഞങ്ങളാരുമല്ല ചേച്ചി, നിങ്ങൾ തന്നെയാണ്. ചേച്ചിക്ക് ഇതുവരെ അറിയത്തില്ലേ ചേച്ചിയാണ് ഈ മതം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. മതം പറഞ്ഞ് മറ്റുള്ളവരെയും കളിപ്പിച്ച് നടക്കുന്ന ചേച്ചി തന്നെയാണ്. അത് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. കഷ്ടം തന്നെ. എന്നാലും എന്തോ ചെയ്യാനാ, അവരിങ്ങനെ ചെയ്യുന്ന ചേച്ചി ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല അല്ലേ ചേച്ചി. എന്താ പറയുന്നത്, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. ഇപ്പം എന്തായാലും ഏറി കയറി നിൽക്കുന്നത് അഹാന, രേണുസുതിയുടെ ക്യാൻസർ, ഇതൊക്കെയാണല്ലോ. അപ്പം നമുക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ആയി വരട്ടെ. ഗുരുവായൂരപ്പനെ കാണാൻ പോയ ഒരു കുട്ടി ബ്ലോഗിനകത്തേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പനെ കാണാൻ പോവാൻ ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. ആ കാരണം കേൾക്കുമ്പോൾ എന്താണ് ചേച്ചി കാരണം? എന്തു പറ്റി ചേച്ചിക്ക്? കാരണം കേൾക്കുമ്പോൾ എന്നൊക്കെ പറയുന്നു. എന്തു പറ്റി? പലർക്കും ചിരി വരും, പലരും നന്നായി എന്ന് പറയും. ചിലർക്ക്, മനുഷ്യപ്പറ്റുള്ള ചിലർക്കെങ്കിലും അതൊരു വിഷമമായിട്ടും തോന്നും. മനുഷ്യപ്പറ്റോ? അല്ല, ഈ പറഞ്ഞ മനുഷ്യപ്പറ്റ് ഈ പറയുന്ന ചേച്ചിക്കുണ്ടോ ചേച്ചി? എപ്പോഴേലും ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടോ? കാര്യം എന്തെന്ന് നോക്കാം. എന്തിനാ ചേച്ചി ഗുരുവായൂരപ്പനെ കണ്ട് ക്ഷമ വെക്കാൻ ചോദിക്കുന്നു? എന്താച്ചാല് നമുക്ക് വിശപ്പിനെക്കാട്ടിലും വലുതാണ് മതം എന്നുള്ളത് എനിക്ക് ഒരു കൂട്ടം ആൾക്കാര് തെളിയിച്ചു തന്നു. അപ്പൊ ചേച്ചിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തെളിച്ചു തരേണ്ട കാര്യമുണ്ടോ? മതം എന്നുള്ളത് അങ്ങനെ ആരും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ പറയത്തുമില്ല. ഏത് മതത്തിലുള്ളവരാണേലും തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കും. അതാണ് മനുഷ്യർ കാണിക്കുന്നത്. പിന്നെ ഈ മതം എന്ന് വേർതിരിച്ച് ഇപ്പോഴും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആരാ? ഞങ്ങളാരെങ്കിലും ആണോ? ചേച്ചി തന്നെയല്ലേ, ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്. വേറെ നിർവാഹമില്ലായിരുന്നു. ഞാനൊരു ട്രസ്റ്റിന്റെ കീഴിലുള്ള കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ജസ്റ്റിന് സലീമാണ് കൊടുക്കുന്നതെന്ന്.
എൻ്റെ സഹോദരിയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയത്. അപ്പം ഞാനാണ് എന്നറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു. ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കുട്ടികൾക്ക് ഫുഡ് അങ്ങനെ ഒരു അന്നദാനം പോലെ ചെയ്തു. അപ്പോൾ എന്തോ ഇതിനെ പറയണ്ടേ, പേരറിയത്തില്ലായിരുന്നു. സഹോദരിയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, അവരേറ്റവനെയുമായിരുന്നു. പക്ഷേ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ വേണ്ടാന്ന് വെച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നീ സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു ക്ലാരിറ്റി, അതായത് നീ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം. എന്ത് സന്ദേശമാണ് നീ കൊടുക്കുന്നത്? ഒരേ കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണനെ വരച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അത് മാത്രമല്ല, ഓരോരുത്തരിപ്പോൾ ആവശ്യമില്ലാതെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അതെടുത്ത് പബ്ലിക്കാക്കി ഇടുക, അവരെ മൊത്തത്തിൽ ഇതാക്കുന്ന രീതിയിലുള്ള സംസാരിക്കുക. മക്കളുണ്ടെന്നോ അച്ഛനുണ്ടെന്നോ അമ്മയുണ്ടെന്നോ ഒന്നും നോക്കാതെ ചീത്ത വിളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റുകാരും അങ്ങനെയുള്ള വ്യക്തികളെ ആ ഏരിയയിലേക്ക് അടുപ്പിക്കത്തില്ല. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് 2-3-5 ട്രസ്റ്റുകൾ. ദേവാർജുൻ്റെ ബർത്ത്ഡേക്കാണേലും അവൻ്റെ 28-കെട്ടിനാണേലും ഫുഡ് ഞങ്ങൾ അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അവർക്കൊരു കുഴപ്പമില്ല. എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ കയറി ഏറ്റെടുക്കുന്നവളല്ല എന്ന് അറിയാം. ഇച്ചിരി ഉള്ളപ്പം മുതലേ ഇവിടെ ജനിച്ച് വളർന്ന എന്നെ കണ്ടറിഞ്ഞിട്ടുള്ളവരാണ് അവർ. മക്കളില്ലാത്തവരെ കളിയാക്കുക, അനാഥരെ കളിയാക്കുക, അങ്ങനെയൊക്കെയുള്ളവരെ കളിയാക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അന്നം വാങ്ങിച്ച് കഴിച്ചാൽ നാളെ അവർക്ക് കിട്ടുന്നത് ആ കഴിക്കുന്നതിൻ്റെ പങ്കിൻ്റെ, അതായത് നിനക്ക് കിട്ടിയ ശാപത്തിൻ്റെ ഒരു പങ്കും കൂടെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ആ തള്ളിക്കളഞ്ഞത്, ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചത്. അതേസമയം നിൻ്റെ ചേച്ചിയായിരുന്നു ഇത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ നല്ല രീതിയിൽ അത് പോയേനെ. പക്ഷേ എനിക്ക് സംശയമുണ്ട് ഇത് നാടകമാണോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ കുട്ടികളുടെ കൂടെ ഒക്കെയുള്ള നിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഒരു പക്ഷെ അവരത് നീ എന്തായാലും നിന്നെ അറിയപ്പെടുന്ന ഒരു ഇതല്ലേ, പ്രധാനമന്ത്രിക്ക് ഫോട്ടോയൊക്കെ കൊടുത്തതല്ലേ. അപ്പോൾ നിന്നെ അറിഞ്ഞിട്ടും അവരിങ്ങനെ പറഞ്ഞു നീ കൊണ്ടുവച്ചതാണോ എന്ന് വെച്ചാൽ നീയും ഏകദേശം കള്ളം മാത്രമല്ലേ പറയത്തുള്ളൂ, നിലനിൽപ്പിന് വേണ്ടി, റീച്ചിന് വേണ്ടി. ചേച്ചിക്ക് റീച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയും കൂട്ടിയേ കൊള്ളാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയാലും മതിയെന്നേ, എങ്ങനെയും കൂട്ടിയേ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ പരിപാടിക്ക് പറഞ്ഞത്. അവര് ചിന്തിച്ചത് എങ്ങനെയായിരിക്കാം, കൃഷ്ണനെ വരച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ടല്ലേ അവിടെ ഭക്ഷണം കൊടുത്ത് എന്നുള്ള ചിന്താഗതിയായിരിക്കും. കൃഷ്ണനെ വരച്ച് കിട്ടിയ പൈസ കൊണ്ടാണേലും യേശുവിനെ വരച്ച് കിട്ടിയ കാശ് കൊണ്ടാണേലും അള്ളാഹുവിൻ്റെ ലിപിയിലുള്ള ഓരോ ഇതും കോട്ടുകൾ എഴുതിയാണേലും അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവർ 2 കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷെ നിൻ്റെ പ്രവൃത്തികൾ ആണ് അവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്. അത് നീ മനസ്സിലാക്കുക ഫസ്റ്റ്. അല്ലാതെ മതമൊന്നും പറഞ്ഞിട്ട് അതിനെ വേറൊരു തലത്തിലേക്ക് നോക്കിയാൽ ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. ബീഹാറിലൊന്നും അല്ല ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലാതെ ഉത്തർപ്രദേശിലൊന്നും അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ചപ്പാത്തി ഒന്നുമല്ല കഴിക്കുന്നത്, ചോറ് തന്നെ കഴിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവും കള്ളത്തരം പറഞ്ഞാൽ, കേട്ടോ. അല്ലാതെ അവർക്ക് എന്നോട് ഇഷ്ടക്കേട് തോന്നേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ എനിക്കത് വളരെ വിഷമമായിപ്പോയി എന്നല്ല, നമുക്ക് മനുഷ്യനെ പഠിക്കാനും കൂടി പറ്റി. കാരണം ഞാൻ ഗുരുവായൂരപ്പനെ വരച്ചിട്ടാണ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ വരുന്നത്. ആ പൈസ ഗുരുവായൂരപ്പനെ മാത്രം വരച്ചിട്ടാണോ നിൻ്റെ ഈ പൈസ വരുന്നത്? വേറൊരു രീതിയിലും നിൻ്റെ ഈ പൈസ വരുന്നേ ഇല്ല. കൊണ്ട് കുറച്ച് കുഞ്ഞുകുട്ടികളുടെ അല്ലയോ കുറച്ച് കുട്ടികളുടെ വിശപ്പ് മാറ്റിയേക്കാമെന്ന് കരുതിയപ്പോൾ അവർക്ക് വിശപ്പിനെക്കാട്ടിലും വലുത് മതമാണ് എന്ന്. ഇവിടെ നീ തന്നെ പറയുന്നു വിശപ്പിനെക്കാട്ടിൽ വലുത് മതമാണ്. ഈ പിള്ളേരോ അല്ലെങ്കിൽ ആ ട്രസ്റ്റ് നടത്തുന്ന ആരെങ്കിലും പറഞ്ഞോ നീ മുസ്ലിമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ തരുന്ന ഭക്ഷണം ഇവിടെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞോ? ഇല്ല.
അവരങ്ങനെ പറയത്തില്ല, വേർതിരിച്ച് കാണത്തില്ല. നീ അങ്ങനെ വളച്ചൊടിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ജസ്നെ. കാരണം ഈ ട്രസ്റ്റുകൾ അവിടെ മാത്രമല്ല ഉള്ളത്, ജീവൻ ഉള്ളിടത്ത് എല്ലായിടത്തും ഇതുപോലുള്ള ഓരോ ട്രസ്റ്റുകളും ഉണ്ട്. അവിടെ ഒക്കെ ആൾക്കാർ ഇതുപോലെ കാശായിട്ടും കൊണ്ടു കൊടുക്കുന്നുണ്ട്, അന്നദാനവും നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിൻ്റെ കയ്യിൽ നിന്നാണ് എന്നറിഞ്ഞ് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീ തന്നെ, അല്ലാതെ വേറെ ആരുമല്ല. കാരണം അത്രത്തോളം നീ അഹങ്കരിച്ചിട്ടുണ്ട്, അത്രത്തോളം നീ മറ്റുള്ളവരെ അവഹേളിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാമോ അത്രത്തോളം അതെന്തായിരുന്ന രീതിയിൽ നീ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കോമൺ സെൻസ് ഉള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും വാങ്ങിക്കത്തില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. കാരണം രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് എന്തിനങ്ങനെ വാങ്ങിക്കുന്നു? അതിൻ്റെ ശാപം ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തിനാ അവർ വാങ്ങിച്ചു കൊടുക്കുന്നു? അങ്ങനെ അവർ ചിന്തിക്കത്തുള്ളൂ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വിളിച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ കണ്ണിനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പോയി മാപ്പ് പറയണ്ടേ? അങ്ങനെ കണ്ണിനെയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി തരുണിനോട് തെറ്റി നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ. അതും കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര വിഷം. കഴിക്കാൻ വയ്യായിരുന്നോ? കഴിച്ചിട്ട് വേണ്ടേ പോവണ്ടേ? മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലയോ കാലിൻ്റെ നീർക്കെട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട്? എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ കുറ്റം കണ്ടുപിടിക്കാൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അയ്യോ, ഈ പറയുന്ന ആളുടെ വീട്ടിൽ ഭയങ്കര നീറ്റാണല്ലോ. കപ്പൊക്കെ ഞങ്ങൾ കണ്ടതാ, കപ്പും കണ്ടു, പ്ലേറ്റും കണ്ടു, നല്ല വൃത്തിയാ. തിരിച്ചു വരുന്ന സമയത്താണ് മനസ്സിനൊരു സമാധാനം കിട്ടിയപ്പോൾ കണ്ണനോടൊരു സോറി എല്ലാം പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. അങ്ങനെ പിന്നെ ഒരു ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ചതേ ഓർമ്മയുള്ളൂ. കണ്ണനെ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ ബിരിയാണി കഴിച്ചു. കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഭക്ത, ഇങ്ങനെ തന്നെ വേണം. ഭക്തയായാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ ഓരോരുത്തർ നോമ്പും നോറ്റ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ ഒരുത്തി ബിരിയാണി കഴിക്കുന്നു. കൊള്ളാം. ഈ ഷഷ്ഠിവ്രതം, ഏകാദശി വ്രതം ഇതൊക്കെ എടുത്തിട്ടുണ്ടോ മോളെ? അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയത്തുള്ളൂ. ഒന്നും വേണ്ട, നോമ്പ് തുറക്കുമല്ലോ, അതൊക്കെ എടുക്കുന്ന അല്ലേ, എടുത്തിട്ടുള്ളതല്ലേ, അറിയാവുന്നതല്ലേ. അപ്പം എങ്ങനെ ഏത് രീതിയിൽ പോകണമെന്നൊന്നും പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ടതൊന്നും അല്ലല്ലോ. പിന്നീട് അങ്ങോട്ട് തലവേദനയായി. പിന്നൊന്നും പറയണ്ട, എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കിളി പോയി. ഏതായാലും ഒരു പാഠം ഞാൻ പഠിച്ചു. വിശപ്പിനെക്കാട്ടിലും വലുത് മനുഷ്യർക്ക് വിശപ്പിനെക്കാട്ടിലും മനുഷ്യർക്ക് വലുത് മനുഷ്യത്വമാണ്. അത് നിൻ്റെ അടുത്ത് തീരെയില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് എന്തിനാ അവരാവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരത് ചെയ്തത്. അതേസമയം നിൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്നായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിന് അതിലൊരു തർക്കവും ഇല്ല, അത് ഉറപ്പുള്ള കേസാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ ആയില്ല. അതിന് കാരണക്കാരി ജസ്ന സലീം മാത്രമാണ്. സലീമിക്ക എന്തിയേ? ഉള്ളിയും കൊണ്ട് പോയേക്കുമല്ലേ, പെട്ടെന്ന് വരാനായിട്ട് പറ. പിന്നെ വേറെന്താ വിശേഷം? ഇപ്പം പഴയതുപോലെ റീച്ചൊന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല. എങ്ങനെയും ഒന്ന് നെഗറ്റിവിറ്റി ആണെങ്കിലും അടിച്ചിട്ടൊന്ന് നോക്കിയിട്ടൊന്നും ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എല്ലാവരും രേണു സൂര്യയുടെ പുറകെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തോ ചെയ്യണേ? എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുക്കണ്ടേ? അതെന്താ കണ്ണ എന്നെ കൊണ്ട് പറ്റാത്തത്? നിൻ്റെ ഞാൻ ടോപ്പിക് എടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാധാമാധവ് രണ്ടാമത്തേത്. ഇത് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗുരുവായൂരിൽ ഇത് ഫോട്ടോ കൊടുക്കണം. ഈ ഫോട്ടോ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. ഈ ഫോട്ടോ തന്നെ കൊടുക്കാവുന്നതായി ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പം തീരുമാനിച്ച് കഴിഞ്ഞപ്പം അന്നേരം നിൻ്റെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിനകത്ത് അത് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കിയ കൂട്ടത്തിലാണ് ഇത് കണ്ടത്.
അങ്ങനെയാണ് ഈ ടോപ്പിക്ക് ഇന്നിപ്പോൾ എടുത്തിട്ടത്. അപ്പം പുതിയ വാർത്തയും വിശേഷങ്ങളുമായിട്ട് നോക്കി ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.